പറയുന്നു. മഹാന്മാരുടെ വിശദീകരണത്തിൽ കാണാൻ കഴിയും, നന്നായി സുന്നത്തുകൾ പാലിച്ച് വുളു എടുക്കുക. അത്വഹാറത്തു മിനൽ ഹദസ്. നമുക്ക് രണ്ട് ശുദ്ധിയും വേണമല്ലോ, ചെറിയ അശുദ്ധിയും വലിയ അശുദ്ധിയും വേണം, എങ്കിലേ നമുക്ക് വിശുദ്ധ ഖുർആൻ സ്പർശിക്കാൻ പറ്റും. അങ്ങനെ നല്ല ശുദ്ധീകരണത്തോടു കൂടെയാവണം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യേണ്ടത്. അപ്പൊ നന്നായിട്ട് വുളു എടുക്കണം. വുളു എപ്പോൾ എടുക്കുമ്പോഴും നല്ല സുന്നത്തുകൾ പാലിച്ച്, നമ്മൾ പെട്ടെന്ന് ഒരു കാക്കക്കുളി പോലെ വുളു എടുത്താൽ പോരാ, നല്ല വുളുവോടുകൂടെ പൂർണ്ണ സുന്നത്തുകൾ പാലിച്ച് നമ്മൾ വുളു ചെയ്യണം. അപ്പൊ മുൻകൈ കഴുകുമ്പോൾ അതിൻ്റെ മുമ്പ് നബൈത്തു സുനനൽ വുളൂഇ എന്ന ആ നിയ്യത്ത് വെച്ചിട്ടില്ലെങ്കിൽ മുൻകൈയിൻ്റെയും വായിൽ വെള്ളം കൊപ്പിളിക്കുന്നതിൻ്റെയും കൂലി നമുക്ക് കിട്ടൂല. അത് നമ്മൾ വെച്ച് പിന്നെ മുഖം കഴുകുന്നു, നബൈത്തു ഫർളൽ വുളൂഇ, അതോടുകൂടെ മുഖം കഴുകുന്നു. അതിങ്ങനെ പോയി കൈകാലുകളൊക്കെ നീട്ടി കഴുകുന്ന ഒരു രൂപം, ശേഷം അതിൻ്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന രൂപം. അതും കഴിഞ്ഞതിന് ശേഷം ഒരു 3 തവണ ഇന്നാ അൻസൽനാഹു സൂറത്ത്, അത് 3 തവണ ഓതിയാലും എത്രയാണ് അതിൻ്റെ ഫലങ്ങൾ പറയുന്നത്. ഇങ്ങനെ നമ്മുടെ ജീവിതം വുളു എടുത്താൽ ഇങ്ങനെ തന്നെ നമ്മൾ പാലിക്കാം. അതൊരാഴ്ച നമ്മൾ നന്നായി പരിശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കതിന് കഴിയും. അപ്പൊ നേരെ വുളു എടുക്കാൻ പോകുമ്പോൾ പറ്റുമെങ്കിൽ കിബിലക്ക് മുന്നിടുക. ചിലപ്പോൾ കിബിലക്ക് നേരെ ഉള്ള ഹൗദില്ലെങ്കിൽ, പൈപ്പില്ലെങ്കിൽ പരമാവധി ആ രൂപത്തിലേക്ക് നമ്മൾ പൽബ് അതുപോലെ തന്നെ പരമാവധി ജനിച്ചുകൊണ്ടെങ്കിലും നമ്മൾ ആ കിബില എന്ന് ഉദ്ദേശിക്കണം. അങ്ങനെ കിബിലക്ക് നേരെ തിരിഞ്ഞു നിൽക്കാൻ പറ്റുന്ന സ്ഥലമുണ്ടോ അത് നമ്മൾ നന്നായി ഉപയോഗപ്പെടുത്തുകയും വേണം. അങ്ങനെ നന്നായിട്ട് നമ്മൾ വുളു എടുക്കുക. അങ്ങനെ വുളു മുറിഞ്ഞാൽ വുളു എടുക്കുക, വുളു മുറിഞ്ഞാൽ വുളു എടുക്കുക. ഇങ്ങനെ നമ്മൾ ശീലിച്ചു കഴിഞ്ഞാൽ അതിന് വലിയൊരു പവറുണ്ട്. അങ്ങനെ നമ്മൾ ശീലിച്ച് അങ്ങനെ പോയാൽ എന്തായാലും നമ്മൾ മരിക്കുമെന്നുള്ളത് ഉറപ്പാണ്. ആ മരിക്കുന്ന സമയത്ത് മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം നമ്മുടെ റൂഹിനെ പിടിക്കൊണ്ടൊരു സമയമാണ്. ആ സമയത്ത് വുളുവോടുകൂടെ മരിക്കുക എന്നുള്ളത് ഒരു വലിയ ഭാഗ്യമാണ്. അല്ലാഹു ആ രൂപത്തിൽ ആഖിബത്ത് നന്നായി വുളുവോടുകൂടെ മരിക്കാനുള്ള ഭാഗ്യം നമുക്കൊക്കെ നൽകുമാറാകട്ടെ. 2, മിസ്വാക്ക് ചെയ്യുക. ഖുർആൻ ഓതുകയാണെങ്കിൽ മിസ്വാക്ക് ചെയ്ത് നമ്മൾ ഖുർആൻ ഓതുമ്പോൾ അതിന് വലിയ ഫലമാണ്. 3-മതായി എണ്ണുന്നു. നോമ്പുകാരനല്ലെങ്കിൽ അവൻ ഒന്ന് അത്തറ പൂശി, ഞാൻ ഖുർആൻ ഓതാൻ പോവാണ്, അതിന് വേണ്ടി ഒന്ന് അത്തറ പൂശിയിട്ട് ഖുർആൻ ഓതാൻ വേണ്ടിയിട്ട് നമ്മൾ ഇരിക്കണം. വലിയ പുണ്യാണ്. 4, നല്ല വസ്ത്രം ധരിക്കുക. ഖുർആൻ ഓതാൻ പോവുകയാണ്, ഞാൻ നല്ല വസ്ത്രം ധരിച്ചിട്ട് ഖുർആൻ ഓതുക. വലിബാസിൻ ഹസനി, നല്ല വസ്ത്രം ധരിച്ചിട്ട് ഖുർആൻ ഓതുക. അല്ലാഹു അതിനൊക്കെ ഇങ്ങനെ കൂലി തരാം. അപ്പൊ നമ്മൾ 4 പറഞ്ഞു. ഈ 4 എത്രയാണ് അതിന്റെ പ്രതിഫലം ഇങ്ങനെ കിട്ടുകയാണ്. 5, ഖുർആൻ ഓതാണോ ഇസ്തിഖ്ബാലുൽ ഖിബ്ല, ഖിബ്ലക്ക് മുന്നിട്ടിരിക്കുക. വലിയ ഫലമാണ്. നമ്മൾ യാത്രയിൽ പോകുമ്പോൾ ഖുർആൻ ഓതുന്നവരുണ്ട്. അപ്പൊ നമുക്ക് ഖിബ്ല നോക്കി നമുക്ക് ഇങ്ങനെ തിരിക്കാൻ പറ്റൂലല്ലോ, റോഡനുസരിച്ചാണല്ലോ വാഹനം പോവുക. അതല്ല എങ്കിൽ പരമാവധി ഖിബ്ലക്ക് മുന്നിട്ട് നമ്മൾ ഖുർആൻ ഓതുമ്പോൾ വലിയ ഫലം അതിന് അല്ലാഹു നൽകുകയാണ്. 6, അഊദു ബിസ്മി, ഇവ കൊണ്ട് ഖുർആൻ തുടങ്ങാം. സൂറത്ത് തൗബയിൽ ഔദു മാത്രം ഓതിയാൽ മതി. ഔദു ഓതിയിട്ട് പിന്നെ അവൻ ഖുർആനിലേക്ക് പോയാൽ മതി, ആയത്തിലേക്ക് പോയാൽ മതി. എന്നാൽ സൂറത്ത് തൗബ അല്ലാത്ത എവിടെ ഔദു ഓതി ബിസ്മി ഓതിയിട്ട് അവൻ തുടങ്ങാം. പ്രത്യേകിച്ച് ഖുർആൻ ഓതുമ്പോൾ, ഖുർആൻ ഓതുന്ന സ്റ്റാർട്ടിങ്ങിൽ നമ്മളിങ്ങനെ ഖുർആൻ ഓതുന്ന ആ സ്റ്റാർട്ടിങ് ആയി കഴിഞ്ഞാൽ പിന്നെ ഓരോ സൂറത്തിനും ഔദു ഓതണം എന്നില്ല. ഖുർആൻ ഓതുന്ന ആ പോയിന്റ് വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. സൂറത്തുൽ നഹ്ലിലെ 98-ാമത്തെ ആയത്തിൽ ഫഇദാ ഖറഅതൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, നീ ഖുർആൻ ഓതുകയാണെങ്കിൽ ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, പിശാചിൽ നിന്ന്, റജീം എന്ന് പറഞ്ഞ ആട്ടിയോടിക്കപ്പെട്ട
പിശാചിൽ നിന്ന് അള്ളാഹുവിനോട് നീ കാവൽ ചോദിക്കണം. അതെന്തിനാണ് നമ്മൾ ഔദ് ഓതിയിട്ട് ഖുർആൻ ഓതുന്നത്? ഉറപ്പാണ് ഇബ്ലീസിന് ഖുർആൻ ഓതുക എന്നുള്ളത് പറ്റൂലല്ലോ. അവന് ഖുർആൻ ഓതുക എന്നുള്ളത് എങ്ങനെയെങ്കിലും മുടക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളാണ് പിശാച് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഖുർആൻ ഓതുകയാണോ, നീ ഔദ് ഓതിയിട്ട് ഖുർആൻ ഓതുമ്പോ ഉറക്ക് വരാതെ എനിക്ക് ഓതാൻ കഴിയില്ലേ? അവിടെ തന്നെ മഹാന്മാര് പറയുന്നുണ്ട്, ഖുർആൻ ഓതുമ്പോ ഇങ്ങനെ ഉറക്ക് തൂക്കുകയാണ്. നമ്മൾ ഖുർആൻ ഓതുമ്പോ ഉറക്ക് ഇങ്ങനെ തൂക്കുക, ഇരുന്നിട്ട് ഒരു പ്രാർത്ഥന കിട്ടണില്ല, ഭയങ്കര ഉറക്കാണ്. എങ്കിൽ ആ ഉറക്കിനെ തള്ളിയിടണം. തള്ളിയിടേണ്ടത് എങ്ങനെ? അവന് ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം. അപ്പൊ അതിനെ ഒന്ന് നന്നായിട്ട് അവന് ജിഹാദ് ചെയ്യണം. ആ ജിഹാദാണ് ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം. എഴുന്നേറ്റ് നിന്നിട്ടും ആടന്നെയാണ് ഉറക്കിന്റെ ശക്തി കൊണ്ട്. എന്നാൽ നടന്നുകൊണ്ട് ഖുർആൻ ഓതുക. എന്നിട്ടും ഉറക്കം വരികയാണ് എങ്കിൽ ഒന്ന് പോയി ഒന്നും എടുത്തിട്ട് വരാം, മുഖക്ക് കൈ നല്ല ഉഷാറിൽ വരാം. ഉറക്കം പിടിച്ചിട്ട് കിട്ടുന്നില്ല എങ്കിൽ പിന്നെ ഉള്ള ആകെ പണി, നീ ഒന്ന് മുസ്ഹഫ് കൂട്ടി വെച്ച് ഒന്ന് അലാരം വെച്ചിട്ട് ഒന്ന് ഒരല്പം ഉറങ്ങുക. അപ്പൊ ഉറങ്ങാതെ നമുക്ക് കഴിയൂല. ഉറക്ക് എന്ന് പറയുന്നത് നമുക്കൊരു മനുഷ്യന് ഒരു ടോണിക്ക് കിട്ടുന്നത്, ഒരു ഊർജം കിട്ടുന്ന ഒരു സാധനമാണ് ഉറക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ തടിയെ ക്ഷീണിപ്പിച്ച് നമുക്ക് മഹാനായ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു അവരൊക്കെ അത് വലിയ വലിയ കറാമത്ത് കാട്ടിയ മഹാനാണ്. ഒരു കാമൽ വന്നിട്ട് ഒരു ഖത്തം തീർത്തോവർ അടച്ചുറപ്പേ, അതൊക്കെ അവര് അതെന്തുകൊണ്ടാണ്? ഉറക്കിങ്ങനെ വരികയാണെങ്കിൽ ഒരു കാലിൽ ഇങ്ങനെ നിന്നിട്ട് ആ ഉറക്കിനെ ഇല്ലാതാക്കുകയാണ് മഹാനായ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു. അവിടുത്തെ പവർ വലുതാണ്. ദർജ ഇങ്ങനെ ഗ്രേഡ് ഉയർന്നു അല്ലാഹുവിലേക്ക് അടുത്ത് കുത്തുബായ മഹാൻ. അല്ലാഹു അവരുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതം മാറ്റി തരുമാറാകട്ടെ. മഹാനായ തയ്യബുസ്താദിന്റെ പേരിൽ നമുക്ക് കാണാൻ കഴിയും, ഓതാൻ തുനിഞ്ഞാൽ ചെയ്യണേ മിസ്വാക്ക്, മണവസ്തു പൂശീരിക്കലും പതിവാക്ക്, ഖിബ്ലക്ക് നേരെ ഇരിക്കലും വേണ്ടുന്നതാ, ചാരാതെ നേരെ ഇരുന്ന് തന്നെ ഓതേണ്ടതാ. ആ മുസ്ഹഫ് ഓതുന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കരുത് ചാരി ഇരുന്നിട്ട് ഇങ്ങനെ ആ മുസ്ഹഫിന്റെ ആ വില നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. വീണ്ടും പാടുകയാണ്, മുസ്ഹഫ് ഉയർത്തി തന്നെ വെച്ചോതേണ്ടതാ, അത് മടിയിലായാൽ തന്നെയും മതിയായതാ. മുസ്ഹഫ് ഓതാണോ? നമ്മളിപ്പോ ഇവിടെ ഇരുന്ന് ഓതുമ്പോ ആ മുസ്ഹഫ് നേരെ നിലത്ത് വെക്കാൻ പാടില്ല, നിലത്ത് വെക്കാനേ പാടില്ല. അതൊന്ന് ഉയർത്തി വെക്കണം. ഉയർത്തി വെക്കുക എന്ന് പറഞ്ഞാൽ ചിലര് ഓത്തിന്റെ സുജൂദ് സജദയുടെ ആയത്തോതുമ്പോ അവൻ എന്ത് ചെയ്യണം? അവൻ സുജൂദ് ചെയ്യൽ സുന്നത്താണ്. ആ സുജൂദ് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ മുസ്ഹഫ് അങ്ങനെ തന്നെ മുസല്ലയിലോ കാർപ്പറ്റിലോ അങ്ങനെ തന്നെ വെച്ചിട്ട് സുജൂദ് ചെയ്യും. അപ്പൊ അതിനേക്കാൾ അപകടമാണ്. അപ്പൊ അതൊന്ന് ഉയർത്തി വെച്ച് പിന്നെ സുജൂദ് ചെയ്യാം. അപ്പോഴാണ് മുസ്ഹഫിന്റെ ബഹുമാനം നമുക്ക് കിട്ടുകയുള്ളൂ. എന്നിട്ട് മഹാനവറുകൾ പറയുകയാണ്, നീ വൃത്തിയുള്ള സ്ഥലത്തിരുന്നോതേണ്ടതാ, അത് പള്ളിയായാൽ ഏറ്റവും ഫലമുള്ളതാ. നമുക്ക് പറ്റുമെങ്കിൽ പള്ളിയിലേക്ക് തന്നെ വന്ന് ഖുർആൻ ഇങ്ങനെ ഓതുക, അതിന് വലിയ ഫലാണ്. എന്നിട്ട് മഹാനവറുകൾ പറയുന്നു, ഇടയിൽ കലാമില്ലാതിരിക്കൽ വേണ്ടതാ, ആവശ്യമെങ്കിൽ ദൂഷ്യമില്ലെന്നുള്ളതാ. ഇടയിൽ ഇങ്ങനെ സംസാരിക്കുക ഖുർആനോദാ, സംസാരിക്കുക ഖുർആനോദാ, സംസാരിക്കുക ഖുർആനോദാ, അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല. അത് ഖുർആനോടുള്ള അതപകേടാണ്. അതുകൊണ്ടാണല്ലോ വലാ യഖ്തഉൽ ഖിറാഅത ബികലാമിൽ ആദമിയ്യീന മിൻ ഗൈരി ഹാജ. മഹാന്മാർ പഠിപ്പിക്കുകയാണ്, ഖിറാഅത്ത് അവന്റെ ഖുർആൻ പാരായണം മുറിക്കാൻ പാടില്ല. ബികലാമിൽ ആദമിയ്യീന മിൻ ഗൈരി ഹാജ, ആവശ്യമില്ലാതെ ഇങ്ങനെ ഖുർആൻ പാരായണം ഓതുന്നതിനിടയിൽ അവൻ ഇങ്ങനെ സംസാരിക്കാൻ. ഖുർആൻ ഇങ്ങനെ ഓതുന്നുണ്ട്, ഇങ്ങനെ ഓതാണ്. ഇതൊക്കെ വർത്താനം സുഖം തന്നെയല്ലേ? എന്താ മോന്റെ വർത്താനം?
പിന്നെ ഇങ്ങനെ ഓതുക വർത്താനം ചോദിക്കുക, വർത്താനം ചോദിക്കുക. അത് പാടില്ല. ഓതുമ്പോ അഥവാ എന്തെങ്കിലും അത്യാവശ്യമായിട്ട് ഒരാൾ വന്നു സുന്ദരൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് മാറി ഖുർആൻ ഓതുക. ഇനി അഥവാ ഓതുന്നതിനിടയിൽ പെട്ടെന്ന് ഇപ്പൊ വീട്ടിലാവട്ടെ അല്ലെങ്കിൽ വണ്ടിയിലാവട്ടെ, അപ്പൊ എന്താക്കണം? അപ്പോ ഒരാൾ വന്നിട്ട് പറഞ്ഞു ഹൗദിൽ വെള്ളമില്ല, അതൊരു ഉതിറാണ്, ഒരു കാരണം. അപ്പൊ എന്താക്കണം? നമ്മൾ വേഗം പോയിട്ട് അതിന് വേണ്ട പണി ചെയ്യണം. വീട്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ്, അപ്പൊ ടാങ്ക് ഇങ്ങനെ നിറഞ്ഞൊഴുക്കുന്നുണ്ട്. അപ്പൊ ഒന്ന് കുട്ടിയോട് പറയാം, മോനെ ആ മോട്ടർ ഒന്ന് ഓഫാക്കണം. അത് ആവശ്യമുള്ളതാണ്, അത് ഹാജത്താണ്. എന്നാൽ ആവശ്യമില്ലാതെ വെറുതെ സംസാരിക്കുക, ഖുർആൻ പാരായണം, സംസാരിക്കുക, ഖുർആൻ. ഈ ഒരു രൂപം ചെയ്യുന്നത് ഖുർആനിനോടുള്ള അദബുകേടാണ്, ചെയ്യാൻ പാടില്ല. ഏഴാമത്തത്, അള്ളാഹുവിന്റെ കലാമാണ് ഞാൻ ഓതുന്നത് എന്ന ബോധത്തോടുകൂടെ അവൻ ഖുർആൻ ഓതണം. ഖുർആനാണ്ട് തുറക്കുമ്പോൾ തന്നെ അവന്റെ ഖൽബിലേക്ക് നല്ല ഹൃദയ സാന്നിധ്യത്തോടുകൂടി ഇഖ്ലാസോടുകൂടെ ഓതുക. ആ ഓതുമ്പോ അവന്റെ അള്ളാഹുവിന്റെ വജ്ഹിന് വേണ്ടിയിട്ട് ഖാലിസായ ഹൃദയത്തോടുകൂടെ ഖുർആൻ പാരായണം ചെയ്യുക. അവിടെയാണ് ഖുർആനിന്റെ ഫലം കിട്ടുന്നത്. കാരണം അവൻ ഖുർആൻ ഓതുന്നത് അല്ലാഹുവിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ. പടച്ച റബ്ബേ, ഈ ഖുർആനിന്റെ ഓരോ ഹർഫിനും ഞാൻ ഓതുന്നതിന് ഫലം നൽകുമല്ലോ, ഇത് റബ്ബിന്റെ കലാമാണല്ലോ എന്നും മനസ്സിലേക്ക് ഉദിച്ചുകൊണ്ട് എല്ലാ ഹുദൂറിലും ഖൽബോടുകൂടെ ഖുർആൻ പാരായണം ചെയ്താൽ അവന്റെ ഖുർആൻ പാരായണത്തിന്റെ ലിസ്റ്റിലേക്ക് മാർക്ക് ഇങ്ങനെ രേഖപ്പെടുത്തുകയാണ്. അപ്പൊ ഖുർആൻ ഇങ്ങനെ ഓതുമ്പോ എത്രയായി? ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ 7 എണ്ണം നമ്മൾ പാലിച്ചാൽ അവന് ഓരോ ഗ്രേഡ് ഇങ്ങനെ കൊടുക്കുകയാണ്. 1, 2, 3, 4, 5, 6, 7. ഇപ്പൊ നമ്മൾ പറഞ്ഞതനുസരിച്ച് നമുക്ക് 7 ഗ്രേഡ് കിട്ടി. അല്ലാഹുവേ, ആ രൂപത്തിൽ ഖുർആൻ ഓതാനുള്ള തൗഫീഖ് ഞങ്ങൾക്കൊക്കെ നീ നൽകണേ അല്ലാഹ്. 8 യുസ്തഹബ്ബു അൻ യുറത്തിലൽ ഖുർആന ബിസൗത്തിൻ ഹസൻ. സുന്നത്താണ് എന്ത്? അൻ യുറത്തിലൽ ഖുർആൻ, ഖുർആൻ ഇങ്ങനെ തർത്തീലായിട്ട് വളരെ മഖ്റജോടുകൂടെ നല്ല ശബ്ദത്തിൽ നല്ല ഉഷാറിൽ ഖുർആൻ ഓതുന്നത് വലിയ പുണ്യമുള്ളതാണ്. ഹർഫുകളൊക്കെ വളരെ വ്യക്തതയോടുകൂടെ, ഹറകത്തുകൾ നല്ല വ്യക്തതയോടുകൂടെ, തജ്വീദിന്റെ നിയമങ്ങളൊക്കെ പാലിച്ച് ഖുർആൻ ഓതുക എന്നുള്ളത് വലിയ ഫലമുള്ളതാണ്. ഖുർആനോത്തിന് വലിയ പ്രതിഫലം അല്ലാഹു നൽകുന്നതാണ്. അപ്പൊ ഇങ്ങനെ ഇയ്യാക നഅ്ബുദു എന്ന് പറയുമ്പോൾ ഇയ്യാക നഅ്ബുദു ഫാത്തിഹയിൽ പലപ്പോഴും ഐന് വെളിവാകാതെ ഇയ്യാക നഅ്ബുദു എന്ന് പറഞ്ഞാൽ വലിയ തെറ്റാണ്. ആ തെറ്റ് നമ്മൾ ഓതിയാൽ ഖുർആനിന്റെ ശാപം അവനിലേക്ക് കിട്ടും. അല്ലാഹു കാക്കുമാറാകട്ടെ. അപ്പൊ ഖുർആൻ പഠിക്കുക എന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയ കടമയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് പറയുന്നു, ഫാത്തിഹയെങ്കിലും ഒരു നല്ല അധ്യാപകന്റെ അടുത്ത് പോയി ഖുർആൻ ഒന്ന് ഓതിത്തരുമോ, ഖുർആൻ ഒന്ന് എന്നെ പഠിപ്പിച്ചു തരുമോ എന്ന് പറഞ്ഞാൽ ആരും റെഡിയാവും. ഞാൻ തന്നെ ഒരു സ്ഥലത്ത് ഇങ്ങനെ പോയപ്പോൾ എനിക്കൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചൊരു വലിയൊരു മനുഷ്യൻ, അല്ലെങ്കിൽ പ്രായമുള്ള ഒരാൾ. അദ്ദേഹത്തിന്റെ ജോലി വലയുടെ പണിയാണ് അദ്ദേഹത്തിന്. പക്ഷെ അദ്ദേഹം ഇങ്ങനെ നിരന്തരമായിട്ട് ഒരായത്താണെങ്കിൽ ഒരായത്ത്, അപ്പൊ അദ്ദേഹത്തിന് വലിയ സന്തോഷമാണ്, കാണുമ്പോഴൊക്കെ വലിയ സന്തോഷമാണ്. അങ്ങനെ നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് എങ്ങനെയെങ്കിലും തജ്വീദിന്റെ അത്ര വലിയ ആ രൂപത്തിൽ എത്തിയിട്ടില്ലെങ്കിലും ഒരു അംശമെങ്കിലും നമുക്ക് കിട്ടിയാൽ അത് മതിയായല്ലോ. നമുക്ക് നിരന്തരം ഓതേണ്ടതാണല്ലോ സൂറത്തുൽ ഫാത്തിഹ. ഏറ്റവും ചുരുങ്ങിയത് 17 വട്ടം ഓതൽ നിർബന്ധമാണല്ലോ. ആ ഫാത്തിഹയെങ്കിലും തെറ്റുകൂടാതെ നമ്മൾ ഓതിക്കഴിഞ്ഞാൽ അതിന്റെ ഫലം എത്രയാണ്? മറ്റേ നമ്മൾ 17 വട്ടം തെറ്റോതിയാലും അതിന്റെ ഭവിഷ്യത്ത് വേറെയാണ്. അതുകൊണ്ട് തന്നെ പഠിക്കാൻ ഇന്ന് പല മാർഗങ്ങളുമുണ്ട്. അതൊക്കെ നമ്മൾ സ്വീകരിച്ച് പഠിക്കണം എന്നൊരു ചിന്ത നമുക്ക് വേണം.
അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ടാണല്ലോ കലാം അത് അല്ലാഹുവിന്റെ കലാമാണ്. ഖുത്ബയിൽ കലാം റബ്ബിൽ ആലമീൻ നമ്മളിങ്ങനെ കേൾക്കുന്ന സമയത്ത് എന്താണ് വലിയ ശബ്ദത്തോടുകൂടെ എല്ലാ മുഅ്മിനീങ്ങളും സുബ്ഹാനഹു വ തആല വലാ ഇലാഹ ഇല്ലഹു എന്ന് ചൊല്ലുന്നത് എല്ലാ വെള്ളിയാഴ്ചയും നമുക്ക് കേൾക്കാറുണ്ട്. അത് അല്ലാഹുവിന്റെ ആ ഖുർആനിനോടുള്ള ആ ഒരു പ്രൗഢിയും ആ ഒരു ആദരവുമാണ് നമ്മൾ ആ കാണിക്കുന്നത്. അപ്പൊ ആ ആദരവ് ഓതുമ്പോഴും നമുക്ക് വേണം എന്നതാണ് മഹാന്മാർ പറയുന്നത്. ഖുർആനിൽ ഒരുപാട് നിയമങ്ങളുണ്ട്, പ്രത്യേക രീതിയുണ്ട്. സാധാരണ അറബി വായിക്കുന്നത് പോലെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ പാടില്ല. അതിന് നന്നായി തജ്വീദ് പഠിക്കണം. ഖുർആൻ പാരായണ നിയമങ്ങൾക്കാണല്ലോ തജ്വീദ് എന്ന് പറയുന്നത്. അക്ഷരങ്ങളുടെ മഖ്റജുകൾ, സിഫത്തുകൾ, നൂനിന്റെയും തൻവീനിന്റെയും നിയമങ്ങളും തഖ്ഫീഫ്, തർഖീഖ് എന്നിവ തജ്വീദിന്റെ നിയമങ്ങളാണ്. അപ്പൊ അവൻ ഓതുമ്പോ തഫ്ഖീം, അത് അല്ലാഹ് എന്നുള്ളതിൽ തഫ്ഖീമുണ്ട്, തർഖീഖുണ്ട്. ഉദാഹരണത്തിന് അല്ലാഹ് എന്ന ആ ജലാലത്തിന്റെ ഇസ്മിന്റെ മുമ്പ് ഫത്ഹ് വന്നാൽ, ലമ്മ് വന്നാൽ അല്ലാഹ് അല്ലാഹ് എന്ന ആ ലാമിന് നല്ല തഫ്ഖീമോടുകൂടെ തഅലീം നിലനിർത്തും. നല്ല തഫ്ഖീമോടുകൂടെ അല്ലാഹ് വായി നിറയെ കേൾക്കുന്ന രൂപത്തിൽ അല്ലാഹ് എന്നവൻ പറയണം. എന്നാൽ അല്ലാഹ് എന്നുള്ളതിന്റെ മുമ്പ് കസ്റാണ് വന്നത് എങ്കിൽ പിന്നെ ആ അല്ലാഹ് എന്ന ആ ലാമിന് തർഖീഖാക്കണം. അതാണ് തജ്വീദിന്റെ നിയമം. എങ്ങനെ തർഖീഖാക്കുക? ബിസ്മില്ലാഹ്, ബിസ്മില്ലാഹ് എന്ന് പറയുമ്പോൾ അല്ലാഹ് എന്ന ആ ഇസ്മിന്റെ മുമ്പ് മീമാണ്. മീമിന്റെ ഹർക്കത്ത് കസ്റാണ്. അതുകൊണ്ട് തന്നെ ബിസ്മില്ലാഹ് അടിലെ ബിസ്മില്ലാഹ് തെറ്റാണ്. ബിസ്മില്ലാഹ് അല്ലാഹ് എന്ന ആ ലാമിന് തർഖീഖായിട്ട് അങ്ങോട്ട് പാരായണം ചെയ്യണം. ഇനി നോക്കൂ, അൽഹംദുലില്ലാഹ്. ലില്ലാഹ് അല്ലാഹ് എന്ന ആ ഇസ്മിന്റെ മുമ്പ് ഉള്ള അക്ഷരം ലാമാണ്. ആ ലാമിനുള്ളതോ കസ്റാണ്. ആ കസ്ർ വന്നതുകൊണ്ട് അല്ലാഹ് എന്ന ആ ലാമിന് ലില്ലാഹ് തർഖീഖായിട്ട് പാരായണം. അൽഹംദുലില്ലാഹ് തെറ്റാണ്. ഇതേ രൂപത്തിൽ ഇനി അല്ലാഹ് എന്നുള്ളതിന് തഫ്ഖീമായിട്ട് എങ്ങനെ? ഉദാഹരണത്തിന് ഇന്ന് നമ്മൾ സുബ്ഹി ജമാഅത്തിന് ഓതിയ വശംസി വദുഹാഹ എന്ന സൂറത്തിൽ നാഖത്തല്ലാഹി നാഖത്തല്ലാഹി വസുഖിയാഹ, നാഖത്തല്ലാഹി അവിടെ നോക്കൂ, അല്ലാഹ് എന്ന ആ ഇസ്മിന്റെ മുമ്പ് താ ആണ്, ഹാത്ത ആണ്. ആ ഹാത്തായിന് അവിടെ ഫത്ഹാണ്. ആ ഫത്ഹ് വന്നത് കൊണ്ട് തന്നെ നാഖത്തല്ലാഹി പറയാൻ പാടില്ല, തെറ്റാണ്. അവിടെ നാഖത്തല്ലാഹി, നാഖത്തല്ലാഹ് അല്ലാഹ്. ആ അല്ലാഹ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കേണ്ടത് അല്ലാഹ് എന്നില്ല എന്ന് പറയുന്ന ആ അവിടെ നിന്നാണ്. ഒരിക്കലും നമ്മുടെ നാവ്, നമ്മുടെ പല്ലിൽ അല്ലാഹ് എന്ന് പറയുമ്പോൾ അവിടെ വെക്കരുത്. ലാം ഉച്ചരിക്കുന്ന ആ ഭാഗത്ത് വെച്ച് ലാമിനെ തഅലീമാക്കണം. അല്ല എന്ന് പറയുന്ന ആ ഭാഗത്ത് വെച്ച് അല്ലാഹ് എന്ന് അവൻ കൊണ്ടുവരണം. അപ്പോഴേ അല്ലാഹ് എന്ന് ഉച്ചരിക്കുന്ന ആ ഉച്ചാരണം ശരിയാകും. അങ്ങനെ എത്ര നിയമങ്ങൾ നമുക്ക് പഠിക്കാറുണ്ട്. നമ്മളിങ്ങനെ ഓരോന്നും വീക്ഷിക്കുമ്പോഴാണ് പഠിച്ചോനെ ഇത്രയൊക്കെ നമുക്ക് പഠിക്കാനുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്നു. അങ്ങനെ നമ്മൾ തജ്വീദ് നന്നായി പഠിച്ച് തജ്വീദിന്റെ നിയമങ്ങളും ഒക്കെ പഠിച്ച് അതിന്റെ പാരായണത്തിലേക്ക് ഒരല്പമെങ്കിലും നീങ്ങണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. സാധാരണ ഒരു അറബി കൂട്ടി അക്ഷരം കൂട്ടി വായിക്കാൻ അറിയുന്നത് പോലെ അവർക്ക് ഖുർആൻ പാരായണം അതിന്റെ തജ്വീദ് അനുസരിച്ച് ഓതിക്കൊള്ളണം എന്നില്ല. അങ്ങനെയല്ല ഖുർആൻ പാരായണം ചെയ്യേണ്ടത്. അതിലൊരുപാട് നിയമങ്ങളുണ്ട്. അതാണല്ലോ മഹാനായ ഖർബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഓതിക്കൊടുക്കുകയാണ്. അത് തജ്വീദ് അനുസരിച്ചുകൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും സ്വഹാബത്ത് കേൾക്കുകയാണ്. അതും തജ്വീദ് അനുസരിച്ച് കേൾക്കുകയാണ്. സ്വഹാബത്തിൽ നിന്നും താബിഈകളിലേക്ക് എത്തുകയാണ്.
താബികളിൽ നിന്ന് താബികളിലേക്ക് എത്തുകയാണ്. അങ്ങനെ വന്ന് 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 ഇന്ന് എത്തിയ കാര്യങ്ങളിലേക്ക് വിശുദ്ധ ഖുർആൻ നമ്മൾ ആ കാര്യങ്ങളിൽ നിന്ന് കേൾക്കുമ്പോൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന് പകർന്നു നൽകിയ ആ ഒരു ജീവിതത്തിന്റെ ശൈലിയാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് ഖുദുൽ ഖുർആന മിൻ അർബഅ, നിങ്ങൾ 4 ആളുകളിൽ നിന്ന് ഖുർആൻ ശ്രദ്ധിക്കണം. 4 ആളുകളെ ഖുർആനിന്റെ കാര്യത്തിൽ നല്ലതുപോലെ ശ്രദ്ധിക്കണം, അവരെ പിൻപറ്റണം. ആ 4 ആളുകൾ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. 1 അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു, 2 വസാലമു മൗല അബി ഹുദൈഫ റളിയല്ലാഹു അൻഹു, 3 മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു, 4 ഉബയ്യ് ബിൻ കഅബ് റളിയല്ലാഹു അൻഹു. ഈ 4 ആളുകളെ പറഞ്ഞിട്ട് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഇവരിൽ നിന്ന് നീ ഖുർആൻ മനസ്സിലാക്കണം, ഇവരിൽ നിന്ന് നീ ഖുർആൻ കേൾക്കണേ. കാരണം ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഓതി കൊടുത്തു. ജിബ്രീൽ അലൈഹിസ്സലാം ഓതി കൊടുത്തതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന് ഓതി കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതിയതുപോലെ സ്വഹാബികൾ അതിൽ നന്നായി ഓതി 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 ഓതി. അതിലേറ്റവും ടോപ്പിൽ നിൽക്കുന്ന 4 ആളുകളാണ് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു, സാലം മൗല അബി ഹുദൈഫ റളിയല്ലാഹു അൻഹു, മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു, ഉബയ്യ് ബിൻ കഅബ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് ഇവരെ നിങ്ങൾ പിൻപറ്റണം. ഖുർആനിന്റെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, വിദേശത്തേക്ക് നമ്മൾ യാത്ര ചെയ്യുകയാണ്. എന്തിനാണ് നാടും വീടും കുടുംബവും ഒക്കെ വിട്ടിട്ട് നമ്മൾ വിദേശത്തിലേക്ക് പോകുന്നത്? ഇവിടെ പണിയെടുത്താൽ 8 മണി മുതൽ 8 മണി വരെ പണിയെടുത്താൽ കിട്ടുന്ന സാലറി അല്ല വിദേശത്ത് പോയാൽ നമുക്ക് കിട്ടുന്നത്. അതിന് മൂല്യം കൂടുതലാണ്. ഓരോ രാജ്യങ്ങൾക്കും ഓരോ മൂല്യങ്ങൾ. ബഹ്റൈൻ, ഒമാൻ, കുവൈറ്റ്, ഖത്തർ, ഓരോന്നിനും ഓരോ നിലവാരങ്ങളാണ്. പക്ഷേ അവിടേക്ക് പോയി ജോലി ചെയ്യുന്നത് അത് അത്രയും മൂല്യമുള്ളത് കൊണ്ടാണ്. എന്നാൽ ഖുർആൻ അതിന് വലിയ മൂല്യമുണ്ട്. നമ്മൾ ഓതുമ്പോ അതിങ്ങനെ നന്നായി ഓതിയാൽ അതിന് മൂല്യമുണ്ട്. ഒരു ഫാത്തിഹ ഓതുമ്പോ, ഒരു ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുമ്പോ ഏറ്റവും ചുരുങ്ങിയത് ഖുൽ ഹുവല്ലാഹു നോക്കുക. അതൊരാൾ ഓതാണ്, ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഇതൊരു ഓത്താണ്. ഇതെന്തോത്താണ്? ഇത് ഖുർആന്റെ ശാപം കിട്ടുന്ന ഓത്താണ്. നേരെ മറിച്ച് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഒരു ചെറിയ മട്ടത്തിൽ അത്യാവശ്യം കുഴപ്പമില്ല. ഇനിയോ നന്നായി ഓതണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അങ്ങനെ എത്രയാണോ നമുക്ക് ഒരു ആയത്തിൽ അല്ലെങ്കിൽ ഒരു സൂറത്തിൽ ഖുർആനിനെ ഭംഗിയാക്കാൻ പറ്റുന്നുവോ അത്രയും ഭംഗിയാക്കുന്നതിനനുസരിച്ച് അതിന് വലിയ വാല്യുണ്ട്. ഏതുപോലെ നമ്മളൊന്ന് വിദേശത്തേക്ക് പോകുമ്പോൾ അവിടെ പണിയെടുക്കുമ്പോൾ അതിന് മൂല്യമുള്ളതുപോലെ നമ്മൾ ഓതുന്നതിനും അല്ലാഹു തആല മാർക്ക് രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നന്നായി സൂക്ഷിക്കണം എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഏത് കാര്യം എടുത്തു നോക്കൂ, അതിനൊക്കെ ഓരോ മോഡിഫൈ ഉണ്ട്, അല്ലെങ്കിൽ അതിനൊക്കെ ഒരു ഭംഗിയാക്കൽ. ഉദാഹരണത്തിന് നമുക്കൊരു വീട് വേണം. ആ വീട് നന്നായി തറയിട്ടു, അതുപോലെ തന്നെ പടവ് കഴിഞ്ഞു, വാർപ്പിട്ടു. നിങ്ങൾ നോക്കൂ, അങ്ങനെ നിൽക്കുമ്പോൾ ആ വീടായിട്ടുണ്ട്. ഇപ്പം വെയിലും മഴയും കൊള്ളൂല.
എന്നാൽ ആ വീട്ടിലേക്ക് ഭംഗിയാക്കാൻ ഇനി വരുന്നത് മാർബിളാണ്. അതുപോലെ തന്നെ മറ്റു മോഡിഫൈ ചെയ്യാൻ വേണ്ടി തേപ്പ് കഴിയുന്നു, അതുപോലെ തന്നെ പെയിന്റ് അടിക്കുന്നു. അങ്ങനെ ഭംഗി ഇങ്ങനെ കൂടുകയാണ് എന്ന് പറഞ്ഞതുപോലെ ഖുർആൻ ഇങ്ങനെ ഓതുന്നതനുസരിച്ച് ഭംഗി ഇങ്ങനെ കൂടുകയാണ്. ഭംഗി കൂടി ഇങ്ങനെ വരുമ്പോ അതിന് വലിയ മൂല്യമുള്ളതായ ഓത്തായി മാറുന്നു. ആ ഓത്തിനാണ് വലിയ ഫലം. അതുകൊണ്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, സയ്യിനൂ അസ്വാതകും ബിൽ ഖുർആൻ. നിങ്ങൾ ഖുർആൻ നല്ല ശബ്ദത്തിൽ നിങ്ങൾ പാരായണം ചെയ്ത് ഖുർആനിനെ നിങ്ങൾ ഭംഗിയാക്കുകയും ഖുർആനിന്റെ പ്രൗഢി വർദ്ധിക്കുന്നത് നല്ല ശബ്ദത്തിൽ തജ്വീദ് അനുസരിച്ച് ഖുർആൻ പാരായണം ചെയ്യലാണ്. അതുകൊണ്ട് ആ രൂപത്തിൽ ഖുർആൻ ഓതണേ. ഒരൊറ്റ സംഭവം കൂടെ പറഞ്ഞു ഞാൻ നിർത്തുകയാണ്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞ് വീട്ടിലെത്തുകയാണ്. വീട്ടിന്റെ റൂമിൽ ഇങ്ങനെ എത്തിയപ്പോൾ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ കാണുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ സ്നേഹത്തോടുകൂടെയാണ് ഭാര്യമാരോട് പെരുമാറുന്നത്. എല്ലാവരോടും അങ്ങനെ തന്നെയാണ്. പ്രത്യേകിച്ച് അവിടുത്തെ സഹധർമ്മിണികളായ ഭാര്യമാരോട് നല്ല നിലയിൽ വർത്തിച്ചതുകൊണ്ട് തന്നെ ആ കുടുംബത്തിൽ മാതൃകയാക്കാൻ ഒരുപാടുണ്ട് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയത്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിലെത്തിയപ്പോ ആയിഷ ബീവിയെ അവിടെ കാണുന്നില്ല, റൂമിൽ കാണുന്നില്ല. ആയിഷോ, ആ രൂപത്തിലാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിളി. ഒരു വട്ടം വിളിച്ചു, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ കാണുന്നില്ല, വിളിയാളും കേട്ടില്ല. നമ്മളാണെങ്കിലോ നമ്മുടെ ഭാര്യമാരെ വിളിക്കുന്ന രൂപം, നമ്മൾ ഒന്നാമത്തെ വിളി കണ്ടു, രണ്ടാമത്തെ വിളിയിൽ ആ വിളി കേട്ടിട്ടില്ലെങ്കിൽ എടാ പണ്ടാർ ഇവിടെ എന്ന് പറയുന്ന ആ രൂപം നമുക്ക് ഉണ്ടാകാൻ പാടില്ല. ചിലപ്പോൾ ആ വീട്ടിൽ അലക്കുകയായി, അല്ലെങ്കിൽ നമ്മുടെ ശബ്ദം കേട്ടിട്ടുണ്ടാവുകയില്ല. ഒരിക്കലും തന്നെ ആ രൂപത്തിൽ ഭാര്യമാരോട് പെരുമാറാൻ പാടില്ല. അതുകൊണ്ടാണല്ലോ മഹാന്മാർ പറഞ്ഞത്, സ്വന്തം ഉമ്മയെയും നമ്മുടെ കുട്ടിക്ക് മുല കൊടുത്ത ഉമ്മയെയും, അതാരാ? അത് നമ്മുടെ ഭാര്യയാണ്. ഒരിക്കലും ചീത്ത പറയരുത്. അങ്ങനെ ചീത്ത പറഞ്ഞാൽ നമ്മൾ ആ ദുനിയാവിൽ നിന്ന് തന്നെ അതിന് റിപ്ലൈ കിട്ടുമെന്നാണ് അതിൻ്റെ അർത്ഥം. ഒരിക്കലും അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. കാരണം അവരെന്ന് പറഞ്ഞാൽ ളാണ്, സാധുക്കളാണ്. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അബദ്ധം ഉണ്ടെങ്കിൽ തന്നെ നമ്മളത് കണ്ടില്ല എന്ന് നടിച്ച് നമ്മൾ മെല്ലെ അത് കീപ്പ് ചെയ്ത് എങ്ങനെയെങ്കിലും നന്നാക്കിയെടുത്ത് ഇങ്ങനെ കൊണ്ടുവരിക എന്നല്ലാതെ ഒരിക്കലും കയർത്ത് സംസാരിക്കരുത് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുകയാണ്. അല്ലാഹുവേ, ഞങ്ങൾ നല്ല രൂപത്തിൽ കുടുംബജീവിതം നയിക്കാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനെ. വല്ല പോരായ്മകളുണ്ടെങ്കിൽ നീ തിരുത്തി തരണേ റഹ്മാനെ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നല്ല സ്നേഹത്തോടുകൂടെ വിളിക്കുന്നു, ആയിഷു. വിളിയാളം കേട്ടില്ല. രണ്ടാമതും വിളിച്ചു, ആയിഷു. അപ്പോഴാണ് സ്നേഹത്തോടുകൂടെ ലബ്ബൈക യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞു മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്തേക്ക് എത്തിയപ്പോൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ആയിഷ, എവിടെയായിരുന്നു ആയിഷ? അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, നബിയേ, ഞാൻ എൻ്റെ മുസല്ലയിൽ ഞാൻ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഒരു ശബ്ദം ഇങ്ങനെ കേൾക്കുകയാണ്. ആ ശബ്ദം ഞാൻ ഇങ്ങനെ കാതോർത്ത് നിന്നപ്പോ പള്ളിയുടെ ഭാഗത്ത് നിന്ന് കേൾക്കണേ, പള്ളിയുടെ ഭാഗത്ത് നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീടും അവിടുത്തെ മദീന പള്ളിയും ഒരു ചുമലിന്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ അവിടെ നിന്ന് എന്തായാലും ഖുർആൻ കേൾക്കുമല്ലോ. അതുകൊണ്ട് ആയിഷ ബീവി പള്ളിയിൽ പോയി എന്ന് വെക്കരുത്, അവിടെ നിന്ന് കേട്ടതാണ്, റൂമിൽ നിന്ന് കേട്ടതാണ്. അപ്പൊ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ആ മുസല്ലയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നല്ലൊരു ശബ്ദത്തിൽ ഖുർആൻ പാരായണം കേൾക്കുകയാണ്. മുത്തനബിയോട് പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയേ, ഞാൻ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം പള്ളിയിൽ നിന്ന് നല്ല ഓത്ത് കേൾക്കുന്നു നബിയേ. ആ ഓത്ത് കേട്ടപ്പോൾ ഞാൻ അതിലിങ്ങനെ ലയിച്ചു നിന്നു. ആ ലയനത്തിൽ തങ്ങളുടെ വിളി ഞാൻ കേട്ടില്ല നബിയേ എന്ന് പറഞ്ഞപ്പോ തന്നെ അങ്ങനെ ഖുർആൻ പാരായണം കേൾക്കുന്നുണ്ടോ? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവിയെ കൂട്ടിയിട്ട്
അങ്ങനെ അങ്ങോട്ട് പോയി ആ ചുമരിന്റെ ഭാഗത്ത് നിന്ന് പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാതോർന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും വീണ്ടും കാതോർക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും കാതോർത്തതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ആ ഓത്തിൽ ഇങ്ങനെ ലയിച്ചു. നിങ്ങൾ നോക്കൂ, നല്ല ഖുർആൻ പാരായണം അങ്ങനെ കേൾക്കുമ്പോ ഹറമിലെ ആ ചാനലൊക്കെ ഒന്ന് ഓൺ ചെയ്താൽ എന്താണ് അതിന്റെ ഒരു ആശ്വാസം, ഒരു സമാധാനം. അതിങ്ങനെ കേൾക്കുമ്പോ സമാധാനം എത്രയാണ്. അതേ രൂപത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ആയിഷ ബീവി റളിയല്ലാഹു അൻഹായും ആ ഖുർആനിൽ ഇങ്ങനെ ലയിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹായോട് ചോദിക്കുന്നുണ്ട്, ആയിഷ, ആരാണ് അത് ഓതുന്നത് എന്നറിയോ ആയിഷ? ഇല്ലല്ല നബിയേ. ആ ഓതുന്നത് സാലമു മൗല അബി ഹുദൈഫ റളിയല്ലാഹു അൻഹു, മഹാനായ സാലമു മൗല അബി ഹുദൈഫ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 4 ആളുകളെ നിങ്ങൾ ഖുർആൻ പാരായണത്തിൽ നിങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിക്കണം എന്ന് പറയപ്പെട്ട ആ 4ൽപ്പെട്ട ഒരാളാണ് സാലം റളിയല്ലാഹു അൻഹു. സാലം മൗല അബി ഹുദൈഫ റളിയല്ലാഹു അൻഹു. ആ സാലമിന്റെ ഓത്തിങ്ങനെ കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ആയിഷ, അൽഹംദുലില്ലാഹില്ലദീ ജഅല ഉമ്മത്തി മിസ്ല ഹാദാ. എന്റെ ഉമ്മത്തിൽ എന്റെ ശിഷ്യന്മാരിൽപ്പെട്ട ഈ ഒരു ശിഷ്യനാണല്ലോ ഇത് ഓതുന്നത്. ഇത് കേട്ടപ്പോ എനിക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഓതിയതുപോലെ, എനിക്ക് ഓതി തന്നതുപോലെ അത് എനിക്ക് അനുഭവിക്കാൻ സാധിച്ചു. ആ ജിബ്രീൽ അലൈഹിസ്സലാം എനിക്ക് ഓതി തന്നതുപോലെ ഓതാൻ പറ്റുന്ന ഒരു സ്വഹാബി എന്റെ ഉമ്മത്തിൽ അല്ലാഹു തന്നല്ലോ. അൽഹംദുലില്ലാഹ് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അൽഹംദുലില്ലാഹില്ലദീ ജഅല ഉമ്മത്തി മിസ്ല ഹാദാ. എന്റെ ഉമ്മത്തിലും ജിബ്രീൽ അലൈഹിസ്സലാം ഓതി തന്നതുപോലെ ഓതാൻ പറ്റിയ ഒരു സ്വഹാബിയെ എനിക്ക് തന്നല്ലോ. മുത്തുനബിയുടെ ആ ഒരു ഭാഷ, ആ ഒരു ശൈലി നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അപ്പൊ ഖുർആൻ പഠിക്കണമെന്നും ഖുർആൻ നല്ലതുപോലെ ഓതണമെന്നും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ അങ്ങനെ ഓതിയാൽ പ്രോത്സാഹനം നൽകുന്നുണ്ട് എന്നും ഈ ചരിത്രത്തിൽ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നല്ലതുപോലെ ഖുർആൻ പഠിച്ചു ഓതാൻ നമുക്കൊക്കെ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ യാത്ര ചൊല്ലുകയാണ്. നമ്മിൽ നിന്നും ഹജ്ജിന് പോകുന്ന ആളുകളുണ്ട്. അല്ലാഹു അവർക്ക് നല്ലതുപോലെ അവരുടെ എല്ലാ അമലുകളും റാഹത്തോടെ സന്തോഷത്തോടു കൂടെ ചെയ്യാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം, ഒന്ന് അടുത്തോട്ട് വരണം. നമുക്ക് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തവസ്സുൽ ചെയ്ത് നമുക്ക് പ്രാർത്ഥിക്കണം. അല്ലാഹു നമ്മളിൽ നിന്ന് കബൂലാക്കി തരുമാറാവട്ടെ. യാ അക്രം يا أكرم الخلق ما لمن ألوذ به سواك عند حلول الحديث آمين مولاي صل وسلم دائما أبدا على حبيبك خير ولن يضيق رسول الله جاهك بي إذا الكريم تجلى باسمي منتقم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم فإن من جودك دنيا وضرتها ومن
دائما أبدا يا نفس لا تقنطي من زلة عظمت إن الكبائر في الغفران كالأمم مولاي صل وسلم على حبيبك خير الخلق كلهم لعل